വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനുവമ്പി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് വാട്ട് ഈസ് ഇൻ മൈ വാർഡ്രോബ് വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ കുറേ ആയി ചെയ്യാൻ വിചാരിക്കുന്നു, നമുക്ക് അങ്ങനെ ടൈമും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. അതേപോലെ തന്നെ വീഡിയോസ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് കണ്ടന്റും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കണ്ടന്റും കാര്യങ്ങളും എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ തന്നെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ വാട്ട് ഈസ് ഇൻ മൈ വാർഡ്രോബ് ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് ലേറ്റ് ആയിപ്പോൾ എന്നാലും നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് എനിക്കിപ്പോൾ 5 ബോക്സസ് ആണ്. ഇത് മീഷോയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ മീഷോന്നാണ് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. കട്ടിൽ വെച്ചോണ്ടിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നത്, കട്ടിലിൽ അവിടെ ഒരു ഇതുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ 5 കള്ളിയുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഗ്രീൻ കള്ളിയും കൂടി ഉണ്ട് കേട്ടോ. ആ ഗ്രീൻ കള്ളിയാണ് ഇന്നേഴ്സും കാര്യങ്ങളാണ്. സോ നമുക്ക് ഈ 4 ബോക്സിൽ നോക്കേണ്ടതുള്ളൂ. ഇത് ഞാൻ ക്ലീനിങ്ങും കൂടിയുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് യെല്ലോ ബോക്സ്. നമുക്ക് എടുക്കാം. യെല്ലോ ബോക്സിൽ കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാം എന്താ പറയുക, മെസ്സായിട്ട് കിടക്കാണ്. എല്ലാം ഒന്ന് ഇന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഇയറിങ്സ് ബോക്സ് ആണ്, തുറന്ന് വെച്ചിട്ടാണുള്ളത്. ഇയറിങ്സ് ബോക്സ് ആണ്, സാധാരണ ഒരു ബോക്സ് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് കുറേ ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കുറേ ചുങ്കാസും അതേപോലെ തന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ ഇയറിങ്സും കാര്യങ്ങളും എടുത്തുണ്ട്. സെലക്ഷൻ കുറേ ഞാനിങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ യൂസ് ആക്കിയിട്ടില്ല. അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളും വരുമ്പോൾ യൂസ് ആക്കും കേട്ടോ. പിന്നെ ഓരോ ഡ്രസ്സിന് കണക്കായിട്ട് ഞാൻ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഗ്രീൻ കളർ അങ്ങനെ കുറേ ഉണ്ട്. എൻ്റെ അടുത്ത് ഇതുണ്ട്, കുറച്ചുണ്ട്. കുറേ എനിക്ക് വേണ്ടാത്ത ഞാൻ കൊടുത്തു കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു എന്താ പറയുക, സാധാരണ സ്റ്റഡ്. കുപ്പിയാട്ടോ. ഇത് പാൽക്കുപ്പിയല്ല, നമുക്കറിയാം. ഈ ഡിസ്കോ റബ്ബർ ബാൻഡ് ഇല്ലേ, ഇങ്ങനത്തെ ഒരു ഇതുണ്ട്, ബ്ലാക്ക് പോലത്തെ ഡിസ്കോ റബ്ബർ ബാൻഡ് എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഡിസ്കോ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചുള്ള പാത്രമാണ്, അതൊക്കെ ഇവിടെ ഇങ്ങനെ മെസ്സായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കണം. അതെല്ലാം കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇതൊരു ക്യൂട്ട് സാധനം കേട്ടോ. നിങ്ങളാണെന്ന് പറയുക ഇങ്ങനെ സാധാരണ നമ്മൾ ഫംഗ്ഷൻസിലേക്ക് പോകുമ്പോൾ വെറുതെ ഒന്ന് ഇങ്ങനെ പിക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ ആൻറ്റി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും കുറേ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഈ ഒരു കമ്മൽ കാണുന്നുണ്ട്, അതിൻ്റെ ഒരു ജോൺ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ കോമ്പാക്ട് പൗഡറിൻ്റെ മിററുണ്ട്. പിന്നെ ഒരു ക്രാബ്, അതേപോലെ തന്നെ വീണ്ടും ക്രാബ്, കുറേ ക്രാബും കാര്യങ്ങളുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു എന്താ പറയുക, എന്താ പറയുക, ഇൻസുലേഷൻ ടാപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാജലിൻ്റെ ഒരു കൺമഷി ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് സ്ലൈഡ്സ്. പിന്നെ അതിനകത്ത് കുറച്ച് കാർഡുകളുണ്ട്, ഇങ്ങനെ ഇയറിങ്സിൻ്റെ കാർഡ്സ് ഉണ്ട് കേട്ടോ. അത് കളയില്ല, കാരണം നമ്മൾ വേറെ കടയിൽ നമ്മൾ ചിലവർക്ക് കാർഡ് തരില്ല. അപ്പോൾ നമുക്ക് കാർഡ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇയറിങ്സ് ബോക്സ് വാങ്ങണം എന്തായാലും. അതെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മിററുണ്ട്. അതും എന്താ പറയുക, പൊട്ടി ചെറുതുണ്ട മിററും കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഒരു കോംബോ, പിന്നെ ഒരു കോംബോ ഉണ്ട്. ഇത് അമ്മേൻ്റെ തയ്ക്കുന്നവർക്ക് വെക്കുന്ന കേട്ടോ. പിന്നെ കുറേ ഇതേപോലെ തന്നെ ഇതൊക്കെ റിബൺസ് കാര്യങ്ങളൊക്കെ
ഈ ഒരു പാത്രത്തിലാട്ടം ഇട്ട് വെക്കുന്നത്. അപ്പോൾ അതിൽ ഇടുന്നുണ്ട്. സിസ്റ്റർ അടുത്തുണ്ട്, അപ്പോൾ അവൾ കാര്യങ്ങളിടും. പിന്നെതാ വീണ്ടും ഒരു ബട്ടർഫ്ലൈൻ്റെ സ്ലൈഡ്, പിന്നെയും ഒരു സ്ലൈഡ്, എന്താ അതിന് പറയുക, കറക്റ്റ് പേരൊക്കെ അറിയാം. ക്രാബ്, ക്രാബ് ഇതാണ്. അതേ കിട്ടും. നെക്സ്റ്റ് ഇതല്ല നാസൽ ഡ്രോപ്സ്, അവർക്ക് ഇങ്ങനെ ജലദോഷം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നാസൽ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാ വീണ്ടും ഒരു നെയിൽ പോളിഷ് ചെയ്തും കട്ട പിടിച്ചു. എല്ലാം കട്ട പിടിച്ചു കേട്ടോ. പിന്നെ അമ്മേൻ്റെ ചോക്ക് ഉണ്ടാവും കേട്ടോ, ടൈലറിങ് ക്ലാസ്സിന് പോകുമ്പോൾ കേട്ടോ ചോക്ക് കേട്ടോ. പിന്നൊരു പൗഡർ, പോൺസിൻ്റെ പൗഡർ, ഇതൊക്കെ ഞാൻ ടൂർ പോകുമ്പോൾ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ എന്താ ഒരു ബ്രഷ് ഉണ്ട്. വീണ്ടും ക്രാബ്, എല്ലായിടത്തും ക്രാബ് മാത്രമേ ഉള്ളൂ ഗൈസ്. പിന്നെ ഒരു കാർഡ്, അത്രയേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഡിസ്കോർഡബിൾസ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞു കേട്ടോ. റോസ് കളർ ബോക്സ് ആണ് കേട്ടോ. ഇതിലങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊന്നും ഇല്ല, അതിൻ്റെ ബാലൻസ് സാധനങ്ങളേ ഉള്ളൂ. ഇത് ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു മേക്കപ്പ് ബോക്സിൻ്റെ അടപ്പാണ് കേട്ടോ, മുടി എന്നൊക്കെ പറയാം. ഇതാണ് ഇതേപോലെ തന്നെ മീഷോ വാങ്ങിയിട്ടുള്ളത്. അതേപോലെ ഇതൊക്കെ ബ്ലെൻഡർ കിട്ടിയിട്ടുണ്ട്, അതുകൂടെ വേണം നമുക്ക് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ക്രഞ്ചീസ് വാങ്ങിയിട്ടുണ്ട്. ഇത് സാധാരണ പീടിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, 20 രൂപയായിട്ടേ ഉള്ളൂ. പിന്നെ വന്നിട്ടുള്ളത് ഒരു ബ്ലെൻഡറാണ്. ബ്ലെൻഡർ ഇതിൻ്റെ അവസ്ഥ കുറച്ച് എന്താ പറയുക മോശമാണ്, ഇതിന് കഴുകണം കേസ്. ആ ഒരു ബ്ലെൻഡർ. പിന്നെതാ ഈ ഒരു ബോക്സിൽ ഫുൾ ക്രാബ്സ് ആണ്. റെഡ് കളർ ക്രാബ് ഉണ്ട്, അതേപോലെ തന്നെ റോസ് കളർ ക്രാബ് ഉണ്ട്. പിന്നെതാ വയലറ്റ് കളർ ക്രാബ് ഉണ്ട്. പിന്നെതാ ഈ ഒരു ഇതിനും ബനാന ക്ലിപ്പ് എന്നതിന് പറയാം. ഈ ഒരു ബനാന ക്ലിപ്പ് ഉണ്ട്. ഒരു ലോങ് ചെയിനും കൂടി ഉണ്ട് കേട്ടോ. കുറേ എണ്ണം ഞാൻ കളഞ്ഞു. പിന്നെ അതാ ഒരു ബാങ്കിൾ, ഇത് അമ്മ വാങ്ങിയത്. വീണ്ടും ഒരു ഗോൾഡൻ കളർ ബനാന ക്ലിപ്പ്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ യൂസ് ആക്കാറില്ല, നല്ല മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ യൂസ് ആക്കിയതാണ്. പിന്നെ വീണ്ടും എന്താ പറയുക കാർഡ്, അത്രയേ ഉള്ളൂ. അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഇതിലാണ് ഞാൻ നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഒരു ഗ്രീൻ കളർ നെയിൽ പോളിഷ് ഉണ്ട്, അതങ്ങനെ ചീത്തയായിട്ടില്ല തോന്നുന്നു. കട്ട പിടിച്ചോന്നറിയില്ല. അപ്പോൾ ഇതും കട്ട പിടിച്ചു, കട്ടിലായി. അപ്പോൾ നെയിൽ പോളിഷൊക്കെ കട്ടയായിട്ടോ. ഇനിയിപ്പോൾ അതൊന്നും യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, പക്ഷെ ഞാനങ്ങനെ കളയില്ല കേട്ടോ, എടുത്ത് വയ്ക്കും. ഇതൊരു വയലറ്റ് കളർ നെയിൽ പോളിഷാണ്. ഇപ്പോൾ കാണുമ്പോൾ അങ്ങനെയായിരിക്കും, പക്ഷേ ശരിക്കും ഇത് വയലറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാം നെയിൽ പോളിഷ് ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് കളയില്ല കേട്ടോ. പിന്നെ ഇതൊരു ഫൗണ്ടേഷൻ ആണ്, ഇതെല്ലാം പണ്ടത്തെ ഫൗണ്ടേഷൻ ആട്ടോ. ഞാൻ പിന്നെ എടുത്ത് വെച്ചില്ല വല്ല ഹാക്കും ചെയ്യാൻ, അതേപോലെ തന്നെ എന്താ പറയുക എന്തെങ്കിലും കളറൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇതിൽ ഞാൻ കളറൊക്കെ മിക്സ് ആക്കി ചെയ്യും. അതുപോലെ പഴയ ലിപ്സ്റ്റിക്കൊക്കെ കളർ മിക്സ് ആക്കിയിട്ടാണ് ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ട് മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളതാണ്, ഇതൊന്നും യൂസ് ആക്കാറില്ല. നെക്സ്റ്റ് വന്നിട്ട് കുറച്ച് ലോങ് ചെയിൻസ് ആൻഡ്
വന്ന കുറേ റിബൺസ് ഉണ്ട് ഇതിൽ. കളർ ഡ്രസ്സിലൊക്കെ ഇടാം. ഞാനിതൊക്കെ പണ്ടൊക്കെ വാങ്ങി വെച്ചിട്ടാണ് യൂസ് ആക്കി വളരെയൊക്കെ റെയറായിട്ടേ ഉള്ളൂ. എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഇത് യൂസ് ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പാൻസും കാര്യങ്ങളാണ് ഇതിൽ തിരിച്ചുള്ളത്. ഇതും ഒരു ബോക്സ്, കുറേ ബോക്സ് ഉണ്ട് ഗൈസ്. പിന്നെയുള്ളത് ഞാൻ വൈറ്റോടെ ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇപ്പോൾ യൂസ് ആക്കാറില്ല, എനിക്കെന്തോ ഒരു ഇഷ്ടപ്പെട്ടില്ല. ഇത് സൺ പ്രൊട്ടക്ഷൻ ക്രീം തന്നെയാണ്, വൈറ്റോടെ ക്രീം കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ യൂസ് ആക്കാറില്ല, കാരണം തീർന്നു, അത് അത്രയും ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ ഒരു ബൗവാണ്. നമ്മുടെ തലയിലൊക്കെ ഹെയർ ബാൻഡ് പോലെ ഒരു ബൗവാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പേർപ്പിൾ കളറുള്ളൊരു ബൗവാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു സാധനം കൂടി എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഈ ഒരു മേക്കപ്പ് സ്പഞ്ചിൻ്റെ ബോക്സ് മേക്കപ്പ് എന്താ പറയുക, ഈ ഒരു സാധനത്തിനുള്ള വാങ്ങിയപ്പോൾ കിട്ടിയ പാക്കറ്റാണെന്ന് കളഞ്ഞിട്ടില്ല, ഇത് വെച്ചിട്ടോ. കാരണം ഇത് നമ്മൾ എവിടെ വെച്ചാൽ വേഗം ചീത്തയാക്കും. സോ ഞാനങ്ങനെ വേറെ വെച്ചിട്ടില്ല. നെക്സ്റ്റ് വന്നിട്ട് അമ്മയുടെ വള കേട്ടോ. ഇത് സ്വർണ്ണമല്ല, റോൾഡ് ഗോൾഡിൻ്റെ വളയാണ്. സോ ആ വള എന്തെങ്കിലാണ് ഉള്ളത്. എല്ലാം അമ്മേൻ്റെ ബോക്സിൽ ഞാൻ വെച്ചിട്ടില്ല. സോ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വാർഡ്രോപ്പിൽ. നെക്സ്റ്റ് വാർഡ്രോപ്പ് ബ്ലൂ കളർ വാർഡ്രോപ്പാണ്. ഈ വാർഡ്രോപ്പിലും കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ക്രിസ്മസ് തൊപ്പി. ഈ ഒരു തൊപ്പി ഉണ്ട് കേട്ടോ ഗൈസ്. ഒന്നുമില്ല, കാരണം ഹെയർ സ്റ്റൈൽ കൊള്ളാം. ഈ ഒരു തൊപ്പി ഉണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ അടുത്ത് ഈ ഒരു മാലയുണ്ട് കേട്ടോ, കാണുന്നുണ്ടാവും, ബ്ലൂ കളറാണ്. ഇത് ഇതിൻ്റെ ഒരു പീസല്ല, എന്താ പറയുക, ഇത് രണ്ടും ഞാൻ സെപ്പറേറ്റ് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിലുള്ള സെക്കൻഡ് സ്റ്റഡ് ആണ് കേട്ടോ. ഈ ഒരു കതിലക്കുടി ബ്ലൂ കളർ ഇത് ഞാൻ വാങ്ങിച്ചതാണ് എക്സ്ട്രാ. ഇത് യൂസ് ആക്കിയിട്ടില്ല, വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ഇതാ ഈ ഒരു എന്താ പറയുക, ബാങ്കിൾ തന്നെയാണ്, ഇങ്ങനെ ഇടുന്ന ബാങ്കിൾ. ഈ ഒരു ബാങ്കിളുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ കാതില, ഇതിൻ്റെ നെക്ലേസ് ഉണ്ടായ ചീറ്റാണ് ഞാൻ കളഞ്ഞു കേട്ടോ. കാരണം ഇത് അമ്മയ്ക്ക് ഫേവറേറ്റ് ആയിട്ട് അമ്മയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഇതാ അതിൻ്റെ ഒരു കാതില. നെക്സ്റ്റ് ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട്, പൗഡറൊക്കെ ഇട്ട് വയ്ക്കാം. ഇതെന്തോ ഇൻഹേലറിൻ്റെ ബോക്സ് ആയിട്ടാണ്, ഞാൻ അങ്ങനെ അത് വെറുതെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സൺഗ്ലാസ് ആണ് കേട്ടോ ഉള്ളത്. ഇതങ്ങനെ വലിയ രസമില്ല, കാരണം നമുക്ക് വേറെ സൺഗ്ലാസസ് ഒക്കെ ഉണ്ട്, ബീച്ചിലൊക്കെ പോകുമ്പോൾ എടുക്കാം. ഒരു സൺഗ്ലാസ് ഇത്. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൺഗ്ലാസ് ആണ്. ഇത് ഞാൻ തന്നെ പോയിട്ട് വാങ്ങിയത്, ബാക്കിയൊക്കെ എനിക്ക് കൊണ്ടുതന്നെ വെച്ച്. നെക്സ്റ്റ് സൺഗ്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അടിപൊളി സൺഗ്ലാസ് ആണ്. ഇതിന് അത്ര റേറ്റും കാര്യങ്ങളും വലിയ റേറ്റൊന്നുമില്ല. ഈ സൺഗ്ലാസ് അത് ഞാൻ ആ ഒരു കവർ തന്നെ, തന്ന കവർ ഇത്രയും കളഞ്ഞിട്ടില്ല, അത് തന്നെ ചെയ്തോട്ടെ നമ്മൾ. നെക്സ്റ്റ് ഒരു ബാങ്കിളാണ്. പിന്നെ ഇതൊരു ബെൽറ്റാണ്, ഡ്രസ്സിൻ്റെ ബെൽറ്റാണ്. അപ്പോൾ അതിൻ്റെ ഇതിലെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് ഇത്രയേ ഉള്ളൂ. പിന്നെയുള്ളത് പിന്നെ മേക്കപ്പിൻ്റെ ബ്ലെൻഡർ ആൻഡ് സ്പഞ്ചുകൾ. ഇതാ റെയിൻബോ ക്യൂട്ടായിട്ടുള്ള സ്പഞ്ചല്ല. ഇതൊക്കെ ഞാൻ ഷോപ്സിന്നാണ് തോന്നുന്നു, ഷോപ്സിന്നാണ് ഈ ഒരു സാധനം മേക്കപ്പിന് ഇതും ഈ ഒരു സ്പഞ്ചിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കവറാണ്, സ്പഞ്ചിൻ്റെ കവറാണ്. അത്ര കിട്ടി, 3-4 സ്പഞ്ചും 2 ബ്ലെൻഡേഴ്സുമാണ് കിട്ടിയിട്ടുണ്ടായത്. റോസ് കളർ ഇത്രയും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറം ഒരു സ്പഞ്ച് കൂടി ഉണ്ട്, അത് വന്നിട്ട് നശിച്ചു പോയിട്ടാണ് യൂസാക്കി. അപ്പോൾ ഇതൊക്കെ ക്യൂട്ടായിട്ടുള്ള നല്ല റെയിൻബോ കളറായിട്ടുള്ളൊരു സ്പഞ്ചാണ്, എനിക്ക് നല്ലോണം ഇഷ്ടമാണ്. പക്ഷേ ബ്ലെൻഡ് നല്ലോണം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ബ്ലെൻഡർ വെച്ചിട്ടാട്ടോ. ഇത് കുറച്ചുകൂടി ഹാർഡാണ്, പെട്ടെന്ന് വെച്ചാൽ ബ്ലെൻഡ് ആവില്ല കേട്ടോ. അതുണ്ട്. അതേപോലെ തന്നെ ഇതാ സ്പഞ്ചസ്, കുറേ സ്പഞ്ചസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ കളറൊക്കെ കണ്ടോ ഞാൻ യൂസ് ആക്കിയിട്ടത്, പിന്നെ ഓരോട്ട് കഴുകി വെച്ചു, പിന്നെ ഞാൻ യൂസ് ആക്കിയോണ്ടാണത്. അപ്പോൾ ആ ബ്ലെൻഡേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നത് ഒരു പാത്രത്തിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വാർഡ്രോപ്പിൽ. ഇതിൽ ഫുൾ എൻ്റെ ഇന്നേഴ്സും കാര്യങ്ങളാണ്, ബ്രാസ് തരത്തിലുള്ള ബ്രീവ്സ് എല്ലാം ഞാൻ ഇവിടെ കേട്ടോ വെച്ചിട്ടുള്ള ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് അത്രയുള്ളത്. ഇനി ഞാൻ ക്ലീനുകളൊക്കെ ആക്കിയിട്ട് അപ്പോൾ എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. സിസ്റ്ററാണ് ക്ലീൻ ആക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ക്ലീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് ഓർഗനൈസ് ചെയ്ത് വെക്കുകയും കൊണ്ടു. അപ്പോൾ ഫസ്റ്റ് റോസ് ആണ് കേട്ടോ, ഇങ്ങനെ റോസ് കളറാണ് ഓരോക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ബ്ലൂ ആണ് കേട്ടോ, അല്ല ബ്ലൂ നമുക്ക് ലാസ്റ്റോട്ട് വയ്ക്കാം, അതങ്ങനെ യൂസ് ആക്കാറില്ല. അപ്പോൾ ബ്ലൂ ലാസ്റ്റോട്ട് വയ്ക്കാം. പിന്നെ യെല്ലോ, പിന്നെ റെഡ്. പിന്നെ ഇതാണോ എൻ്റെ ഈ
ഈ ഒരു ഇയറിങ്സിൻ്റെത് ഞാനിവിടെ ഇങ്ങനെ സാധാരണ പോലെ മുകളിലാട്ട വെക്കുന്നത്, നിങ്ങൾക്ക് കാണുന്നില്ല എന്നറിയാം, മുകളിലാണ് വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടന്റും കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.